ഹലോ ഗൈസ്, നമ്മളിപ്പോൾ എഡ്ജ് ഓഫ് ദ വേൾഡിലോട്ടാണ് നമ്മൾ പോകുന്നത്. കണ്ടല്ലോ, നമ്മളിപ്പോൾ എഡ്ജ് ഓഫ് ദ വേൾഡ് കാണാൻ വേണ്ടി പോവുകയാണ്. വ്ളോഗ് കണ്ട, ഇവിടെ അത്യാവശ്യം നമുക്ക് ട്രെക്ക് ചെയ്യാനുണ്ട്. ഞങ്ങൾക്ക് സൂര്യ അത്യാവശ്യം നമുക്ക് നടക്കാനുണ്ട്. കണ്ടേ, ഇവിടെ അത്യാവശ്യം വണ്ടികളൊക്കെ ഉണ്ട്. ഇവിടെ കണ്ടോ, നമ്മൾ വിചാരിക്കുന്ന സ്ഥലമൊന്നുമില്ല ഇത്. കണ്ടോ, ഇവിടം വരെ നമുക്ക് വണ്ടിയിൽ വരാൻ പറ്റും, ബാക്കി നമുക്ക് ട്രെക്ക് ചെയ്യണം. കണ്ടോ, ബാക്കി നമുക്ക് ട്രെക്ക് ചെയ്യാം. വേണ്ടേ? ഗായ്സ്, നിങ്ങളൊരു ലൈഫിലുണ്ടല്ലോ, ലൈഫ് നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സ്ഥലമാണിത്. കണ്ടോ ഗായ്സ്, ഇവിടെ പണ്ട് സമുദ്രമായിരുന്നു. സമുദ്രം വറ്റി ഉണ്ടായ ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് പോകുന്നത്. പക്ഷേ ഇവിടെ നിൽക്കുമ്പോൾ ഗായ്സ് വേറൊരു ഫീലാട്ടോ. ആ ബാക്കിൽ നടന്ന് 2 വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ, അത് നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരാണ്. ഗൈസ്, ഇവിടെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ഒരു സമുദ്രം വറ്റിയുണ്ട സ്ഥലം. ഇവിടെ നോക്കിയിട്ടുണ്ടല്ലോ, നമുക്ക് ഒരു തല കറങ്ങുന്ന ഫീൽ. ഇവിടെ താഴോട്ട് നോക്കിയിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് നിങ്ങൾ കാണുന്നത് എത്ര നിങ്ങൾക്ക് എനിക്ക് മനസ്സിലാവുന്നറിയില്ല, പക്ഷേ ഇവിടെ അത്യാവശ്യം നല്ല താഴ്ചയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് നോക്കിയിട്ട് നിങ്ങൾ വിചാരിക്കുന്നുള്ളൂ, ഇവിടെ നിങ്ങളൊരു ലൈഫിൽ ഒരു തവണയെങ്കിലും വന്ന് കാണേണ്ട സ്ഥലമാണിത്. നിങ്ങൾക്ക് ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത് നിങ്ങൾ ലൈഫിൽ ഒരു തവണയെങ്കിലും വന്ന് കാണണം. ഇത് കണ്ടോ, നിങ്ങളിങ്ങനെ മടി പിടിച്ച് വീട്ടിലിരിക്കാതെ നിങ്ങളിത് കണ്ടോ. ഇത് നമ്മളിപ്പോൾ കാണുമ്പോൾ എന്തോ, നമ്മൾ മറ്റേ പല സിനിമയിലും നമ്മൾ സ്റ്റഡി ആയിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സൂം ഔട്ട് ആയി പോകുന്ന രീതി അറിയോ, ആ രീതിയിലാണ് എനിക്ക് ഇവിടെ നിന്നിട്ട് ഇപ്പം എനിക്കിത് കണ്ടിട്ട് തോന്നുന്നത്. മനസ്സിലായോ? ആ ഒരു നമുക്ക് ആദ്യം പെട്ടെന്ന് നമ്മളൊന്ന് കാണുമ്പോൾ എനിക്ക് ആ ഒരു വിഷ്വലാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. നിങ്ങളത് കാണാം, അതങ്ങനെ കിടക്കുവാണ്. ഇവിടെ ഇങ്ങനെ പരന്ന് പന്തലിച്ച് കിടക്കുക ഇവിടെ. ഗൈസ്, ഇവരെ കണ്ടോ, ഇവർ ഫിലിപ്പീനാണോ കൊറിയനാണോ ചൈനയാണോ ഒന്നും മനസ്സിലാകുന്നില്ല. ഗൈസ്, അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഗൈസ്, നമുക്കിനി ഇവിടെ നിന്ന് അത്യാവശ്യം അങ്ങോട്ട് നടക്കാനുണ്ട്. നിങ്ങൾക്ക് കാണാം, അത്യാവശ്യം നമുക്ക് ട്രക്ക് ചെയ്യാനുണ്ട് ഇവിടെ കൂടെ. കണ്ടോ, അത്യാവശ്യം ട്രക്ക് ചെയ്യാനുണ്ട്. അത് ട്രക്കിങ് ഇഷ്ടപ്പെടുന്ന ഒരാൾക്കും പിന്നെ അത്യാവശ്യം ഇത് നിങ്ങൾ ലൈഫിൽ കണ്ടിരിക്കേണ്ട സ്ഥലമാണ്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അമ്മ, ഇതൊക്കെ എന്താണ് ഈ സ്ഥലത്തിനെ പറ്റി പറയാനുള്ളത്? ഗൈസ്, ഇത് കണ്ടോ, ഞാൻ പറഞ്ഞില്ല നിങ്ങളോട്, അത്യാവശ്യം ട്രെക്കിങ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിലുണ്ടല്ലോ ഇവിടെ വെർത്താണ്. നിങ്ങൾ ഇവിടെ ഇങ്ങോട്ട് വരുന്ന വഴിയെന്ന് പറഞ്ഞാൽ നമുക്കൊരു 10-30 കിലോമീറ്റർ ഓഫ് റോഡാണ്. ഓഫ് റോഡ് ചെയ്ത് വരണം. ഓഫ് റോഡ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടവർക്കും എല്ലാം വെർത്തി പ്ലേസ് ആണെന്ന് ഞാൻ പറയൂ. കാര്യം ഓഫ് റോഡിങ് ഇഷ്ടപ്പെട്ടവർക്കും പിന്നെ ട്രെക്കിങ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും 100% ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. നിങ്ങളിവിടെ മസ്റ്റ് വിസിറ്റാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉണ്ടോ, അത്യാവശ്യം നല്ല ഫിലിപ്പീൻ പെൺപിള്ളേരെ, കൊറിയ പെൺപിള്ളേരെ, നല്ല സുന്ദരിയ എല്ലാവരെയും കാണാം. അടി കിട്ടാതെ സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തം മാത്രമാണ്. ഞാൻ പറഞ്ഞില്ല, അത്യാവശ്യം നല്ല ട്രെക്കിംഗ് ഉണ്ടെന്നുള്ള കാര്യം. നിങ്ങൾ ഇതിൻ്റെ വ്യൂ നോക്കൂ. നിങ്ങൾ എന്നിട്ട് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ പറയണം. ഇതാണ് ഞങ്ങളുടെ ടീം. ഇതാണ്, ദിസ് ഈസ് അമിത് ക. ഫസ്റ്റ് കാണുന്നത് നിതീഷ്, അക്ഷയ്, അനൂപ്.
ഗായ്സ് ഞാൻ പറഞ്ഞില്ല, അത്യാവശ്യം ഇവിടെ ട്രെക്ക് ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് ഇത് എത്ര അത്യാവശ്യം നല്ല കയറ്റമാണ് ഇവിടെ. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ കയറ്റം കയറി ചെല്ലുമ്പോൾ നമുക്ക് വൃത്തിയായിട്ടുള്ളൊരു വ്യൂ ആയിരിക്കും എന്തായാലും കിട്ടാൻ പോകുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇത് എത്ര ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങൾ കണ്ടോ, ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇത് നിങ്ങൾ ജീവിതത്തിൽ ഒരു ടൈമെങ്കിലും നമ്മൾ വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണിത്. അങ്ങനെ ഞാൻ പറയൂ, ഒരു ടൈമെങ്കിൽ ഒരു ടൈം. നമുക്ക് ഒറ്റ ജീവിതമല്ലേ ഉള്ളൂ, നമ്മളത് നമ്മുടെ ഇഷ്ടത്തിന് അങ്ങനെ ജീവിക്കുക. ഇവിടെ അത്യാവശ്യം നല്ല ഫാമിലി എല്ലാം നമുക്ക് എങ്ങനെ വേണമെങ്കിലും വരാം. കപ്പിൾസായിട്ട് വരാം, ഫാമിലി ആയിട്ട് വരാം, എല്ലാത്തിനും അങ്ങനെ പറ്റിയൊരു സ്പോട്ടാണിത്. നിങ്ങളിത് കണ്ടോ? എനിക്ക് ഞാൻ എത്ര പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര ഇത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ വന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാറുണ്ടല്ലോ, അത് നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അത് എനിക്ക് 100% ഉറപ്പ് വരുന്നു. ഞങ്ങളിവിടെ സൺസെറ്റ് സമയം നോക്കി ഞങ്ങൾ വന്നത്. കാര്യം സൺസെറ്റ് സമയമാകുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ബ്യൂട്ടി മനസ്സിലാവും. കാര്യം എന്ന് പറയുമ്പോൾ ഡെസേർട്ടാണ്. ഡെസേർട്ട് സൺസെറ്റ് കിട്ടുമ്പോഴത്തേന് അടിപൊളി വ്യൂ ആയിരിക്കും എന്നാണ്. കാരണം നിങ്ങൾക്ക് തന്നെ കാണാതെ. അപ്പോൾ ഞാൻ പറഞ്ഞേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞില്ല, ഇത് അത്യാവശ്യം ട്രെക്കിംഗ് ഉണ്ട്. നമുക്കിനി ആ പോയിന്റ് വരെ നമുക്ക് പോകണം. നമുക്കിത് മനസ്സിലാവുന്നുണ്ട്. നല്ല ഇത് കുത്തനെയുള്ള ഇറക്കമാണ്. ഞാൻ നേരത്തെ കുത്തനെയുള്ള കയറ്റം കാണിച്ചു തന്നു. അതേപോലെ ഇത് കുത്തനെയുള്ള ഇറക്കമാണിത്. മനസ്സിലാവും. നിങ്ങൾക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങളിതിവിടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിപ്പോൾ ഇവിടെ കട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് ഇതുവഴി ഇറങ്ങാം, ഇപ്പുറത്തല്ലാതെ ഇടാം. അത് എനിക്ക് തോന്നുന്നു ഇവിടെ ഈ സ്ലോപ്പായിട്ട് കിടക്കുന്നിടത്ത് കയറാൻ പറ്റാത്തവർക്ക് വേണ്ടി ഇത് ഇങ്ങനെ ഇട്ടിരിക്കുന്നതാണെന്നാണ് തോന്നുന്നത്. നിങ്ങൾ ഈ വ്യൂ കണ്ടോ? ഇത് എങ്ങോട്ട് ഇവിടെ നോക്കിയാലും ഉണ്ടല്ലോ അന്യായ വ്യൂ ആണ്, അന്യായ വ്യൂ. നിങ്ങളിവിടെ വന്ന ഒരു ലൈഫ് ടൈമിൽ ഒരു തവണയെങ്കിലും ഒരു തവണ ഇവിടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ ബ്യൂട്ടി മനസ്സിലാകത്തുള്ളൂ. ഞാൻ തമാശ പറയുന്നല്ല. നിങ്ങളിവിടെ അവിടെ നിങ്ങൾക്ക് കാണാം നമുക്ക് ആ പീക്ക് പോകാം. നമുക്കണ്ടേ ഇവിടം വരെ നമുക്ക് ട്രെക്ക് ചെയ്യാനുള്ളതാണ്. അവിടെ നോക്കുമ്പോഴുള്ള വ്യൂ അന്യായമായിരിക്കും. ഇതാണ് അവിടെ നിന്ന് കാണുന്ന വ്യൂ. നമുക്ക് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ ബ്യൂട്ടി മനസ്സിലാവും. അതുകൊണ്ട് ഞങ്ങളുടെ ടീമാണ് മനസ്സിലായി, ഞങ്ങളുടെ ടീമാണ് നടന്നു പോകുന്നത്. നമ്മുടെ ചങ്ക്സാണ് കടന്നു പോകുന്നത്. നമ്മളിപ്പോൾ ഒരു ഇറങ്ങി തിരിച്ചൊരു കയറ്റം കയറുകയാണ് ഇനി. കണ്ടോ? നമ്മളിത് നോക്കരുത്. നിങ്ങൾ അതൊന്നും നോക്കാൻ നിൽക്കരുത്. നമ്മൾ ട്രൈ ചെയ്യുക. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ ട്രൈ ചെയ്യുക, നടക്കുക. ട്രെക്കിങ് ഇഷ്ടപ്പെടുന്നവർക്ക് ഞാൻ 100% ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നൊരു പ്ലേസ് ആയിരിക്കും. കാര്യം അവരുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു പ്ലേസ് ആയിരിക്കും. കാര്യം നിങ്ങൾ അത്രയ്ക്ക് ഇവിടെ വന്നുമ്പോഴതിൻ്റെ അത് മനസ്സിലാവും നിങ്ങൾക്കത്. ഞാൻ ഇപ്പോൾ എത്ര പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല. കാര്യം is very beautiful. Look at the view. I will show you. You can see the view. നിങ്ങൾ കണ്ടോ? ഇത് നിങ്ങൾക്കിത് മനസ്സിലാകുമായിരിക്കും ഞാൻ പറയുന്നത് എത്രത്തോളം ആണെന്നുള്ള കാര്യം. ഇത് കണ്ടോ നിങ്ങൾ? ഇത് അത്യാവശ്യം ഇപ്പോൾ ഇവിടെ നിന്ന് തോന്നുമ്പോൾ നിങ്ങൾക്ക് താഴ്ചയില്ലെന്ന് തോന്നും. പക്ഷെ അത്യാവശ്യം ഇവിടെ നല്ല ഡെപ്തായിട്ടുള്ള സ്ഥലമാണിത്. ഞാൻ ഒന്നും പറയുന്നില്ല. നിങ്ങളിത് കണ്ടാണ് നിങ്ങളിത് മനസ്സിലാക്കുക. നിങ്ങളിങ്ങനെ പറയുമ്പോഴേ നിങ്ങൾ വിചാരിക്കും ഇവരെന്താണ് ഈ പറയുന്നത്, അതിന് വേണ്ടി ഉണ്ട് കാഴ്ച ഇവിടെ. അതിന് വേണ്ടിയുള്ളതുണ്ട്. നിങ്ങളിത് വന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ അത് മനസ്സിലാവും നിങ്ങൾക്ക്. വെറുതെ ഒരു കാര്യവും പറയത്തില്ല. കാര്യം നമ്മൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്ത് അതാണ് നിങ്ങളോട് നമ്മൾ ഷെയർ ചെയ്യുന്നത്. കാര്യം നിങ്ങളത് കണ്ടു നോക്ക്. ലുക്ക് അറ്റ് ദിസ് പ്ലേസ്. What a beautiful. Look at that. Look at this. Guys, നമ്മൾ അവസാനം
ഏകദേശം നമ്മുടെ ട്രെക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മളെ വ്യൂ പോയിന്റിലോട്ട് ഏകദേശം എത്താറായിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ലുക്ക് അറ്റ് ദിസ് വ്യൂ. മൈ ഗോഡ്, ലുക്ക് അറ്റ് ദിസ്. വാട്ട് എ ബ്യൂട്ടി. നിങ്ങളിത് നോക്കുക. ഞാൻ പറയുന്നത് തമാശല്ല, ഇതുകൊണ്ട് നോക്ക്. ഇവിടെ ഇത്രത്തോളം ആൾക്കാർ ഇവിടെ ഈ വരണമെന്ന് ഇവിടെ നിങ്ങൾ തന്നെ നോക്കുന്നത് കണ്ടേ. നോക്ക് നിങ്ങൾ, ഇത്രത്തോളം ആൾക്കാർ ഇവിടെ വരണമെന്നുണ്ട് ഭംഗി. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതിലും ഭംഗിയുള്ള സ്ഥലമാണിത്. ഇതൊക്കെ ഇളകി വീണാ തീർന്നില്ലേ ഗായ്സ്? ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ എന്താണ് പറഞ്ഞത്, അതിൻ്റെ ബാക്കിയാണ്ടേ ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്ക്. ഭയാനകം നിങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങൾ ഇപ്പം നടക്കുന്നുണ്ടോ, ഇവിടെ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ നമ്മുടെ മറ്റുള്ള സിനിമയിൽ കുതിരേട്ടം പറയുന്നില്ല, ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ നമ്മളുണ്ടല്ലോ ഗായ്സ്. ആണ്ടേ നിങ്ങളുടെ തമാശ പറഞ്ഞല്ലേ, ഇത് നിങ്ങൾ ഒരു ഫസ്റ്റ് ടൈം വൺ ടൈം എങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലമാണിത്. You want to come and visit one time, at least one time you want to come visit this place. Look at the beauty of this place. നിങ്ങളുണ്ടോ, ഞാൻ പറഞ്ഞില്ല, ട്രെക്കിങ്ങിന് ഇഷ്ടപ്പെട്ട ആൾക്കാരാണല്ലോ ഉണ്ടല്ലോ. You have to must come this place at least one time. You want to come must. ഗായ്സ്, നിങ്ങളോട് ഞാൻ പറഞ്ഞത് വെറുതെ അല്ല ഗായ്സ്. ഇത് നോക്ക് ഗായ്സ്, ഇത് നല്ല കുത്തനെയുള്ള ഇറക്കമാണ് ഗായ്സ്. നമ്മൾ വിചാരിക്കുമല്ലോ ഇത് റിസ്ക് ആണ് ഗായ്സ്. ഞാൻ എപ്പോഴും പറയില്ല, ട്രക്കിങ് ടർക്കിങ് തെറ്റ് ഗായ്സ്. മല കയറാൻ ഇഷ്ടമുള്ളവർക്കുണ്ടല്ലോ 100% ഇസ് വെർത്തി പ്ലേസ്. I love this place. I love this place. ഗായ്സ്, ഞങ്ങള് 3G ആയി ഗായ്സ്. ഇവിടെ വരെ വണ്ടി വരുമായിരുന്നു ഗായ്സ്. ഞങ്ങൾ ഇത്ര നടന്ന് വെറുതെ ആയിപ്പോയി ഗായ്സ്. ഗൈസ്, ഞാൻ നിങ്ങളുടെ അടുത്ത് എന്താണ് പറയുക, ഇത് ഇവിടുത്തെ വിഷ്വല്. കുറേ എനിക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. ഞാൻ വേറെ ഫോണിലൊക്കെയാണ് വീഡിയോ എടുത്തത്. നിങ്ങൾ കണ്ടോ ഇത്? അയ്യോ, നിങ്ങളിത് കാണുക. ഇത് നമ്മുടെ ടീംസാണ്. ഇവിടെ വേറെ ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ. അവിടെ കുറച്ച് വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്.